വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന. മലയാളത്തിലൂടെയാണ് സിനിമാ ലോകത്ത് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു. നടിയായും സഹനടിയായും ഒക്കെയുള്ള തന്റെ അഭിനയത്തിനും ആരാധകർ ഏറെയാണ്. മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന. അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ നടി വളരെ സജീവമാണ്. തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം താരം പങ്കുവച്ചെത്താറുണ്ട്. ഇപ്പോഴിതാ ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ മരണത്തെ മുഖാമുഖം കണ്ടൊരു അനുഭവം പങ്കുവയ്ക്കുകയാണ് ഭാവന. അന്ന് 4ാം ക്ലാസ്സിലോ മറ്റോ എന്തോ പഠിക്കുകയാണ്. അന്ന് ബബിൾ ഗം ആണ് എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. അതിൽ ബബിൾസ് പൊങ്ങി വരുന്നതാണ്. മാത്രമല്ല കുറച്ച് പശ കൂടുതലുള്ള പോലെയാണ്. വീട്ടിൽ നിന്നും ആരും ഇത് വാങ്ങിത്തരില്ല. മാത്രമല്ല ഇത് വിഴുങ്ങിയാൽ ഒട്ടിപ്പിടിക്കുമെന്നും പിന്നാലെ മരിച്ചു പോകുമെന്നുമാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ നിന്നും എനിക്കൊരു ബബിൾ ഗം കിട്ടി. കൂട്ടുകാർ തന്നതാണോ അതോ വാങ്ങിയതാണോ എവിടെ നിന്നാണെന്ന് ഇപ്പോഴും ഓർമ്മയില്ല. എന്തായാലും അത് വായിലിട്ട് ബബിൾസ് ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വായിലിട്ട ഉടനെ ബെല്ലടിച്ചതോടെ ക്ലാസ്സിൽ കയറേണ്ടി വന്നു. എന്റെ കൂടെയുള്ള ആള് അത് തുപ്പിക്കളഞ്ഞു. എന്നോടും കളയാൻ പറഞ്ഞെങ്കിലും ഞാനത് കളഞ്ഞില്ലെന്നും ഭാവന പറയുന്നു. ക്ലാസ്സിൽ കയറി ടീച്ചർ കാണാതെ ഒളിപ്പിച്ചു വെച്ചോളാം എന്നാണ് കൂട്ടുകാരിയോട് പറഞ്ഞത്. ടീച്ചർ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ആരോ ചവയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും അറിയാത്തതുപോലെ ഇരിക്കും. എന്നിട്ട് എല്ലാവരുടെയും കൂടെ ആരാണ് ചവയ്ക്കുന്നതെന്ന് തപ്പാൻ കൂടും. ഒടുവിൽ ചവച്ചുകൊണ്ടിരുന്നതോടെ അത് വിഴുങ്ങിപ്പോയി. അതോടെ ഒറ്റ അലർച്ചയായിരുന്നു. വിഴുങ്ങിയാൽ മരിച്ചു പോകുമെന്നാണല്ലോ. അങ്ങനെ കരച്ചിൽ കേട്ട് ടീച്ചർ ഓടി വന്നു. എന്നിട്ട് നീയാണല്ലേ ചവച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. മാത്രമല്ല കുടിക്കാൻ വെള്ളമൊക്കെ തരികയും. എന്റെ കരച്ചിൽ കേട്ട് ടീച്ചർമാരൊക്കെ ഓടി വന്ന് അവിടെ ഒരു ബഹളമായിരുന്നു. പ്രശ്നമൊന്നുമില്ലാതെ അത് അകത്തേക്ക് പോയി. ടീച്ചർ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായതോടെ അത് വിട്ടു. ഞാനാണെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ട് ആകെ പേടിച്ച അവസ്ഥയിലാണ്. ഇതിനിടയിൽ എന്റെ അടുത്തിരുന്ന കുട്ടി പറയുകയാണ് ബബിൾ ഗം കഴിച്ച് 1 മണിക്കൂറിന് ശേഷമാണ് മരിക്കുക എന്ന്. ഇതോടെ വീണ്ടും താൻ കരച്ചിലായി എന്നും ഭാവന പറയുന്നു. മാത്രമല്ല തന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ബബിൾ ഗം കഴിച്ചിട്ടാണ് മരിച്ചതെന്ന് പറയരുതെന്ന് കൂട്ടുകാരോട് പറഞ്ഞുവെന്നും അവർ അറിഞ്ഞാൽ എനിക്ക് വഴക്ക് കേൾക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞ് കരയുകയാണെന്നുമാണ് താരം പറഞ്ഞത്. എന്തായാലും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരമായപ്പോഴാണ് സമാധാനമായത്. ഇനി മരിക്കില്ലെന്ന് അന്നേരം വ്യക്തമായെന്നും ഭാവന ചിരിയോടെ പറഞ്ഞു. അതേസമയം 2017 പൃഥ്വിരാജ് സിനിമ ആദം ജോണിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഭാവന. 5 വർഷത്തോളം നടി മലയാള സിനിമ ചെയ്തിരുന്നില്ല. മനഃപൂർവ്വം ഇടവേള എടുത്തതാണെന്ന് പിന്നീട് ഭാവന പറയുകയും ചെയ്തിരുന്നു. ശേഷം 2023 ഇന്ത്യക്കാക്ക ഒരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചു വന്നത്.